ഹായ് ഓൾ വെൽക്കം ടു കെ എസ് മെൻറ്റർ. അപ്പം എല്ലാവരും മെയ് 2-ാം തീയതി എക്സാം എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയെന്നറിയാം. ഓക്കെ, പലരും ഫൈനൽ സ്റ്റേജിലാണെന്നറിയാം. ഓക്കെ, അപ്പം ടെൻഷനൊന്നും വേണ്ട. കുറേ പേർക്കെങ്കിലും ടെൻഷൻ ഉണ്ടാവും. നിങ്ങൾ കൃത്യമായിട്ട് ടെസ്റ്റ് സീരീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, ക്ലാസ്സുകൾ കൂടിയിട്ടുണ്ട്, അതുപോലെ തന്നെ PYQ റിവിഷൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു മിനിമം ഒരു ലെവൽ ഓഫ് പ്രിപ്പറേഷനൊക്കെ ചെയ്ത ഒരാൾക്ക് സുഖമായിട്ട് അത് പാസ്സാകാൻ പറ്റും, പ്രിൻസൊക്കെ. ഓക്കെ, അപ്പോൾ കൂളായിട്ട് പോയിട്ട് എഴുതുക. ടെൻഷൻസും കാര്യങ്ങളും കണ്ടിട്ട് ഒരുപാട് മാർക്ക് കളയാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. അപ്പോൾ ടെൻഷൻ കൂടുമ്പം നിങ്ങളുടെ മാർക്കുകൾ അവിടെ കുറയുകയാണ് ചെയ്യുക. ഓക്കെ, സോ അതിൻ്റെ പേരിൽ മാർക്ക് കുറയാൻ പാടില്ല. നിങ്ങൾക്ക് ഉള്ളൊരു കണ്ടൻറ്റ് വെച്ച് എന്തായാലും പാസ്സാകാൻ പറ്റും. സോ അത് ടെൻഷൻ ഒന്നും വേണ്ടെന്നാണ് ഞാൻ പറയാം. ഓക്കെ, സോ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ റിമൈൻഡ് ചെയ്യിക്കാം. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, ബട്ട് എന്നാൽ പോലും ഒന്ന് റിമൈൻഡ് ചെയ്യിക്കാം. കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ ഡിഗ്രി ഫസ്റ്റ് ഫേസിലേക്ക് പോവുക. ഓക്കെ, അപ്പം ഒന്നാമത്തെ കാര്യം ഹോൾ ടിക്കറ്റ് തന്നെയാണ്. ഹോൾ ടിക്കറ്റ് കൃത്യമായിട്ട് നിങ്ങൾ തലേ ദിവസം തന്നെ എടുത്ത് വെക്കണം കേട്ടോ. പോകുന്ന വഴിക്കൊന്നും എടുക്കാൻ നിൽക്കരുത്. നമുക്ക് പ്രതീക്ഷ പോലെ കടയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമുക്കത് പ്രശ്നമായിട്ട് മാറാം. ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ വന്ന് കടയൊക്കെ അടച്ചാലോ ഒക്കെ പ്രശ്നം വരും. അപ്പം തലേ ദിവസം തന്നെ ഹോൾ ടിക്കറ്റ് എടുത്ത് വെക്കുക. ഒറിജിനൽ ഐ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആധാർ, വോട്ടർ ID അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്. ഓക്കെ, സോ ഈ ഒറിജിനൽ ID തന്നെ കയ്യിലുണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ ID, പെൻ, ഹോൾ ടിക്കറ്റ് ഇത് മാത്രമാണ് പറയാനുള്ളത്. അത് മാത്രമാണ് നിങ്ങൾ ഹോളിലേക്ക് പോകാനുള്ളത്. അപ്പം അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ബാക്കി ഒരു കാര്യം അവിടെ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ബോൾ പെന്നാണ്. ബ്ലാക്ക് ഓർ ബ്ലൂ രണ്ടും പറ്റും, പക്ഷേ പൊതുവെ ബ്ലാക്കാണ് എല്ലാവരും യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം രണ്ടും നിങ്ങളുടെ ഇത് അനുസരിച്ച് യൂസ് ചെയ്യുക. അപ്പം കുറച്ച് യൂസ്ഡ് ആയിട്ടുള്ള പെന്നൊക്കെ കൊണ്ടുപോകും. പുതിയ പേനയൊക്കെ മേടിച്ചിട്ട് പോകരുത്. അത് ചിലപ്പോൾ തെളിയാനൊക്കെ ബുദ്ധിമുട്ടാകും. നിങ്ങൾക്ക് OMR മാർക്ക് ചെയ്യാൻ ചിലപ്പം കുറച്ച് സമയമൊക്കെ എടുക്കും. അപ്പം യൂസ്ഡ് ആയിട്ടുള്ളൊരു പെന്ന് കാര്യങ്ങൾ നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള നിങ്ങളുടെ ഏത് പെന്നാണോ അത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഓക്കെ, ജെൽ പെന്നൊന്നും ഒരു കാരണവശാലും യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, റിപ്പോർട്ടിംഗ് ടൈം 30-45 മിനിറ്റ് മുന്നേ എത്തുക എന്നുള്ളതാണ്. ബട്ട് ഞാൻ പൊതുവേ പറയാം, ഒരു 1 hour മുമ്പെങ്കിലും ഒന്ന് എത്തുന്ന രീതിയിലൊന്ന് ഇറങ്ങണം. ബിക്കോസ് നമ്മുടെ റോഡാണ്, പ്രശ്നങ്ങളും ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ കൃത്യമായിട്ട് ഒരു മണിക്കൂറൊക്കെ മുന്നേ എത്തുന്ന രീതിയിൽ, പ്രശ്നമൊന്നുമില്ല, എക്സാം എഴുതാൻ പോകല്ലേ. അപ്പം ഒരു മണിക്കൂറൊക്കെ അവിടെ പോയി ഇന്ന് ഓക്കെ ഒരു സമാധാനത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ മുന്നേ പോവുക. ഓക്കെ, അതെത്തുന്ന രീതിയിൽ നിങ്ങളുടെ മാപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. വണ്ടി സ്ഥിരം ഓടിച്ച് പോവുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ബസ്സിനൊക്കെ ആണെങ്കിൽ അതുപോലെ ബസ് പ്ലാൻ ചെയ്ത് പോവുക. ഓക്കെ, ഏത് ടൈമാണ് ബസ് എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് നോക്കി തന്നെ പോവുക. പലരും കൃത്യസമയത്ത് എത്താത്തതിൻ്റെ ഇപ്പോൾ ദൂരെയൊക്കെ കിട്ടിയവരൊക്കെ ഉണ്ടാവും. അപ്പോൾ പലരും കൃത്യസമയത്ത് എത്താത്തതിൻ്റെ പേരിലൊക്കെ മിസ്സാവാറുണ്ട്. അതൊന്നും ഒരിക്കലും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഒരു മണിക്കൂർ കണക്കാക്കി പോവുക, മുന്നേ കണക്കാക്കി പോവുക കേട്ടോ. ഓക്കെ, ഇനി എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞ് രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് അവിടെ മാർക്ക് ചെയ്യണം. അവിടെ ഒരു തെറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല, സമാധാനത്തിരുന്നാൽ മതി. ഓക്കെ, എക്സാം ഹാളിൽ എന്താ പറയുക, തുടങ്ങുന്നതിന് കുറച്ച് മുന്നേ തന്നെ ഹാളിലേക്ക് നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഒരു സമാധാനത്തിൽ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്ത് സമാധാനത്തിലിരിക്കുക. എന്നിട്ട് നമ്മുടെ OMR കിട്ടുമ്പോൾ നമ്മുടെ രജിസ്റ്റർ നമ്പർ അവിടെ കൃത്യമായിട്ട് നല്ല രീതിയിൽ അവിടെ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് സമയം എടുത്ത് തന്നെ ചെയ്തു. പ്രശ്നം നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം അവിടെ ഉണ്ട്. ഓക്കെ, ഒരു 20 മിനിറ്റ് നമുക്ക് മുന്നേ ഉണ്ടല്ലേ. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക. അത് ആദ്യമേ തന്നെ 5 മിനിറ്റ് കൊണ്ട് തീർക്കണമെന്നൊന്നുമില്ല. അപ്പം നല്ല രീതിയിൽ സമയം എടുത്ത് തന്നെ ചെയ്തു. ഓക്കെ, ഇനി ഡബിൾ ബബ്ലിങ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് OMRൽ. ഓക്കെ, അത് മാർക്ക് ചെയ്യുമ്പോൾ ആൻസർ മാർക്ക് ചെയ്യുമ്പോൾ ഡബിൾ ബബ്ലിങ് ഒന്നും പാടില്ല. നമുക്ക് അത് നെഗറ്റീവ് മാർക്കിലേക്ക് ആയിരിക്കും പോവുക എന്നുള്ളതാണ്. അത് ക്യാൻസൽ ആവില്ല, നെഗറ്റീവ് മാർക്കിങ്ങിലായിരിക്കും പോവുക. സോ അത് ഒഴിവാക്കുക കേട്ടോ, അത് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ വൈറ്റ്നറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല. OMRന് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളൊക്കെ വന്നാൽ അത് മൊത്തത്തിൽ റിജക്റ്റ് ആയി പോകും. സോ അതൊന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ, തെറ്റുക ഓക്കെ മാറിപ്പോയി. ഓക്കെ, അത് ക്വസ്റ്റ്യൻ വിടുക. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയുന്ന ഇഷ്ടം പോലെ ഉണ്ടാവും, അതിലേക്ക് പോകും. ഓക്കെ, മാക്സിമം തെറ്റാതിരിക്കുക. തെറ്റിപ്പോയാലും പാനിക് ആവാതെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. അത് അവിടെ വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക എന്ന് മാത്രം ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി നമുക്കറിയാം എല്ലാ ക്വസ്റ്റ്യനും 1 മാർക്കുണ്ട്. നെഗറ്റീവ് ആണെങ്കിൽ 0.33 അവിടെ കുറയുമെന്നുള്ളതാണ്. പിന്നെ ബ്ലൈൻഡ് ഗസ്സിങ്ങും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഗസ് അടിച്ച് ബ്ലൈൻഡ് ഗസ് ഒന്നും അടിച്ചിട്ട് ചെയ്യാൻ പാടില്ല. നമുക്കറിയാം കുറേയൊക്കെ ലോജിക്കൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. പക്ഷേ എന്നിരുന്നാലും ബ്ലൈൻഡ് ഗസ് ഒന്നും ചെയ്യാൻ പാടില്ല. ഒട്ടും അറിയാത്ത കാര്യങ്ങളിലേക്ക് ഒന്നും പോയി മാർക്ക് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് പ്രിലിംസ് പാസ്സാവാനുള്ള ഒരു മിനിമം റേഞ്ച് ഓഫ് മാർക്ക് മതി അല്ലേ. റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊന്നും അല്ല. അതിലേക്കൊക്കെ ആണെങ്കിൽ ഫുള്ളി നമുക്ക് നല്ല അറ്റൻഡൊക്കെ കൊടുക്കേണ്ടി വരും. പക്ഷേ ഇവിടെ നമുക്കൊരു മിനിമം ലെവൽ ഓഫ് മാർക്ക് ഉണ്ടെങ്കിൽ പ്രിലിംസ് പാസ്സാകും. അപ്പോൾ ഒരുപാട് ബ്ലൈൻഡ് ഗസ് ഒക്കെ ചെയ്തിട്ട് നെഗറ്റീവ് കൂട്ടാതിരിക്കുക. അറിയുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് ലോജിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അറ്റൻഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി റൗണ്ട് സ്ട്രാറ്റജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്കറിയാം ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പം നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം. അത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. MA ആദ്യം ചെയ്തു, സോ GK ക്വസ്റ്റ്യൻസ് കണ്ടില്ല. അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പാടില്ല കേട്ടോ. അതായത് 1 to 100 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ കൃത്യമായിട്ട് നിങ്ങളൊരു അറ്റ് എ ടൈം നോക്കി പോവുക. അതായത് നിങ്ങൾക്ക് അറിയുന്ന മാത്രം മാർക്ക് ചെയ്ത് പോവുക. അത് നിങ്ങൾക്കൊരു 20 മിനിറ്റ് അതിനൊക്കെ ഉള്ളിൽ അത് തീരും. മാക്സിമം സ്പീഡിലൊക്കെ നിങ്ങൾ അറിയുന്ന മാത്രമാണെങ്കിൽ ബാക്കിയുള്ള സമയങ്ങളിൽ അടുത്ത സെക്കൻഡ് റൗണ്ടിലേക്ക് വരുമ്പോൾ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു 40+ ഒക്കെ മാർക്കാണെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടും. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഒന്ന് ആലോചിച്ച്
ഉത്തരം കണ്ടെത്തേണ്ട ക്വസ്റ്റ്യൻസൊക്കെ വരും. അപ്പോൾ അവിടെ കുറച്ചും കൂടി ഇപ്പം MEMൽ മാത്സിലൊക്കെ കുറച്ച് ടൈമൊക്കെ എടുത്ത് ചെയ്യേണ്ടതായിട്ട് വരും. മീൻസ് അതല്ലാത്ത ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ തീരണം. ആലോചിച്ച് സമയമെടുത്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് പിന്നെ രണ്ടാമത്തെ റൗണ്ടിൽ വന്ന് ഒന്നും കൂടി ഒന്നിരുന്ന് വായിച്ചാൽ, പക്ഷേ അതിലും കൃത്യമായിട്ടൊരു 15 മിനിറ്റ് മുന്നേ തീർക്കുന്ന രീതിയിൽ ആദ്യം തീർക്കണം. എന്നിട്ട് ബാക്കിയുള്ള മൂന്നാമത്തെ റൗണ്ടിൽ ഒന്ന് ഫൈനൽ ചെക്ക് ചെയ്യണം. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയുന്നത് നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ, മീൻസ് ഒരു മാർക്കാണല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയൊക്കെ ഒരു ഫൈനൽ റൗണ്ട് ചെക്കിന് വേണ്ടിയിട്ട് കുറച്ച് സമയം, ഒരു 10 മിനിറ്റ്, ലാസ്റ്റ് 10 മിനിറ്റൊക്കെ മാറ്റി വെക്കുകയും വേണമെന്നുള്ളതാണ്. സോ അങ്ങനെ ഒരു 3 റൗണ്ട് അപ്രോച്ചൊക്കെ വളരെ നല്ലതാണ്. ഇപ്പോൾ ഞാൻ മെൻറ്റർഷിപ്പിന് വരുന്ന കുട്ടികളോട് അത് പറയാറുണ്ട്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു കാരണവശാലും മീൻസ് ക്വസ്റ്റ്യൻ കണ്ടില്ല, സമയം കിട്ടില്ല എന്നൊക്കെ പറയുന്നത് ജസ്റ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കിയപ്പോൾ നിങ്ങൾക്കൊരു നല്ല സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യാം. അപ്പം ഇനി പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് മീൻസ് ഹോളിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. സ്മാർട്ട് വാച്ചും കാൽക്കുലേറ്ററും ബ്ലൂടൂത്ത് കാര്യങ്ങൾ, ഈവൻ ഫിറ്റ്നസ് ബാൻഡ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽസ് അലൗഡാണ്, അല്ലാതെ ബാക്കി ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. അതായത് പെന്ന്, അതൊരു 2 പെന്ന് കയ്യിലുണ്ടാവണം. ഓക്കെ, ഒരു സ്പെയർ പെന്നും ഉണ്ടാവണം. പിന്നെ ഒറിജിനൽ ID, അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ്. ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും. പിന്നെ വെള്ളം അത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനാണ്, അതും ട്രാൻസ്പെറൻ്റ് ആയിരിക്കണമെന്ന് മാത്രം. ഇത്രയും മാത്രം കൊണ്ടുപോകുക. ബാക്കിയെല്ലാം കീ ചെയിൻ അടക്കം എല്ലാം മീൻസ് ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വേണം വരാൻ. അതിൻ്റെ പേരിലൊന്നും ഒരു പ്രശ്നവും പിന്നെ ഉണ്ടാകാൻ പാടില്ല കേട്ടോ. മീൻസ് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വന്നാൽ അത് കംപ്ലീറ്റ് ബാനിലേക്കൊക്കെ പോകും. അതിലേക്കൊന്നും പോകാൻ പാടില്ല, നമ്മുടെ ഒരു നെഗ്ലിജൻസിൻ്റെ ബേസിസിലൊന്നും. ഓക്കെ, സോ എക്സാം നല്ലോണം എഴുതുക, ടെൻഷനൊന്നും വേണ്ട. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. റൂട്ടും കാര്യങ്ങളും, അതായത് പോകാനുള്ള റൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് നേരത്തെ നോക്കി വെക്കുക. സമയത്തിന് എത്താൻ ശ്രമിക്കുക. ഹോൾ ടിക്കറ്റ് തലേദിവസം എടുത്ത് വെക്കുക. പിന്നെ അറ്റൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറ്റൻഡ് കുറച്ച് നല്ല രീതിയിലൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നല്ല രീതിയിൽ കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല, സുഖമായിട്ട് ജയിച്ച് വരാം. ഓക്കെ, ടെൻഷനൊന്നും വേണ്ട, കൂളായിട്ടിരിക്കുക, കൂളായിട്ട് എക്സാം എഴുതുക. ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പം മെയിൻസിൻ്റെ സമയത്ത്, പ്രിലിംസ് പാസ് മെയിൻസിൻ്റെ സമയത്ത് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു വെരി മച്ച്.